ഒമീഗയിലൊക്കെ നമ്മളോട് ചാറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ ലൊക്കേഷൻ പറഞ്ഞ് അവരെ ഞെട്ടിക്കുന്ന പല പ്രാങ്കുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രാങ്ക് ട്യൂട്ടോറിയലാണ് ഈ വീഡിയോ. ആൾവേസ് യൂസ് ഗൂഗിൾ ക്രോം ഫോർ ദി ട്യൂട്ടോറിയൽ. ആദ്യം എടുക്കാൻ പോകുന്ന വെബ്സൈറ്റ് omegle.com. നമ്മൾ ഒമീഗൽ പ്രാങ്ക് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് omegle.com എടുക്കാം. സോ നമ്മൾ omegle.com എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ വെബ്സൈറ്റിൽ നമ്മുടെ മൗസ് ഉപയോഗിച്ചിട്ട് കേഴ്സർ കൊണ്ടുവന്നിട്ട് ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വന്നു. ആ ഓപ്ഷൻസിൽ ഏറ്റവും അടിയിൽ ഇൻസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു പകുതിയായി, ബാക്കി പകുതി ഇൻസ്പെക്റ്റിൻ്റെ ടാബ് വന്നു. അപ്പോൾ ഈ ഇൻസ്പെക്റ്റിൻ്റെ ടാബ് എന്താ പറയുക, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അതിന് മെയിനിലായിട്ട് പല ടാബുകളുണ്ട്, ചെറിയ ടാബുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്പെക്റ്റ് ടാബിലോട്ട് വരുമ്പോൾ നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ടാബിലാണ് കിടക്കുന്നത്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് ഈ ഒരു പ്രാങ്ക് ട്യൂട്ടോറിയലിന് വേണ്ട ടാബ് കൺസോൾ എന്ന് പറയുന്ന ടാബാണ്. ഓക്കെ, സോ നമ്മൾ കൺസോൾ എന്ന് പറയുന്ന ടാബ് എടുത്തു. അപ്പോൾ കൺസോൾ എന്ന് പറയുന്ന ടാബ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ അടിയിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിൻ ചെയ്ത കമൻറ്റ് റീഡ് മോർ അടിക്കുക. എന്നിട്ട് ആ കമൻറ്റിലുള്ള ആ ഒരു ഫുൾ കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ കൺസോൾ സെക്ഷനിലോട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ കോഡ് ഞാനൊരു നോട്ട് പാഡിലാണ് എടുത്താക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ നോട്ട് പാഡ് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കോഡ് ഞാൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ കോപ്പി അടിക്കുകയാണ്. എന്നിട്ട് ആ കോപ്പി ചെയ്ത കോഡ് ഞാൻ കൺസോൾ സെക്ഷനിൽ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ കോപ്പി ആൻഡ് പേസ്റ്റ് ദ കോഡ് ഫ്രം ദി കൺസോൾ സെക്ഷൻ ഫ്രം ദി കമൻറ്റ്സ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ എൻ്റർ ഒരു പ്രാവശ്യം നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റർ ഞെക്കി. അപ്പോൾ ആ കോഡിൽ ഇത്തിരി കാര്യങ്ങളൊക്കെ എഴുതി വന്നിട്ട് അവിടെ നിന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസോൾ എന്ന് എഴുതിയാക്കാൻ അതിൻ്റെ തൊട്ടടിയിൽ ടോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വട്ടത്തിൽ സ്ലാഷ് വരച്ചാക്കുന്ന ഒരു ഐക്കൺ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ കൺസോൾ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ കൺസോൾ ആ ഒരു ബട്ടൺ നെക്കാം. അപ്പോൾ നമ്മുടെ കൺസോൾ ഫുള്ള് ബ്ലാങ്കായി, നീറ്റായി, ക്ലീനായി. അപ്പോൾ നമ്മൾ നേരെ ഒമീഗലിലോട്ട് പോവുകയാണ്, വീഡിയോ ചാറ്റ് എടുക്കുകയാണ്. സോ ഞാൻ വീഡിയോ ഞെക്കി. അപ്പോൾ ആദ്യം ചാറ്റ് ചെയ്യാൻ വരുന്ന ആളുടെ, ഇപ്പോൾ കണക്റ്റായ ആളുടെ IP അഡ്രസ്സാണ് നമ്മളവിടെ കണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു IP അഡ്രസ്സ് എന്ത് ചെയ്യും, കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഒമീഗൽ അവിടെ ഇടുകയാണ്. നമ്മൾ പുതിയൊരു ടാബ് എടുത്തു. നമ്മൾ ഒമീഗലൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാച്ച് കയറി വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുടെ, നമ്മൾ കണക്ട് ചെയ്ത് അപ്പം തന്നെ ആ ഒരു സ്ഥലത്ത് അവരുടെ IP അഡ്രസ്സ് വരും. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ. എന്നിട്ട് ഞാൻ ആ IP അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തു, സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തു. അപ്പോൾ ആ IP അഡ്രസ്സ് എൻ്റെ ക്ലിക്ക് ബോർഡിൽ കോപ്പീഡാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ DNS എന്ന് പറഞ്ഞിട്ട് അടിക്കുക. DNS ചെക്കർ IP ലൊക്കേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ലിങ്ക് അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി കൺഫേം ആക്കാനായിട്ട് ഞാനൊരു സൂത്രം കൂടി പറഞ്ഞുതരാം. ഈ ലിങ്കിൻ്റെ മേളിലായിട്ട് അതിൻ്റെ URL കാണാൻ പറ്റും. ഇവിടെ DNSchecker.org എന്നിട്ടൊരു ആരോ ഇട്ടിട്ട് IP ലൊക്കേഷൻ എന്നാണ് ഇട്ടാക്കുന്നത്. അതാണ് കറക്റ്റായിട്ടുള്ള ലിങ്ക്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഞാനത് ഞെക്കി. അപ്പോൾ ഇതിൽ ആ ഒരു വെബ്സൈറ്റ് വന്നു. ഇതിൽ എൻ്റർ ഡൊമെയിൻ /IP ടു ചെക്ക് ലൊക്കേഷൻ എന്ന് പറയുന്നൊരു ഒരു കോളുണ്ട്. ആ കോളത്തിൽ നമ്മൾ നേരത്തെ, ഇപ്പോൾ ഇത് ഞാൻ കളയുകയാണ്, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഷോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ നിൽക്കാൻ പോവുകയാണ് കേട്ടോ. ഞെക്കി. അപ്പോൾ നമ്മൾ കാണുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, മേരിലാൻഡ്, സെയിൻസ് മേ സിറ്റി. അവരുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അവരുപയോഗിക്കുന്ന ISP, അറ്റ്ലാന്റിക് ബ്രോഡ്ബാൻഡ് ഫിനാൻസ് LLC. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു IP അഡ്രസ്സിൽ നിന്ന് കിട്ടുകയാണ്. സോ ഗൈസ്, ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൂത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെന്ന് അവരെ അറിയിക്കരുത്. അതിനുള്ള
എന്താ പറയുക, അതിനുള്ള ഒരു അഭിനയം നമ്മുടെ ഭാഗത്തു നിന്ന് ഇടണം. അപ്പോൾ ഇത് അവർ 2 തരത്തിലാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് സെക്കൻഡ് മോണിറ്റർ വെച്ചിട്ട് ഇച്ചിരി മാറിയിട്ട് ഒരാൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലൊക്കേഷൻ അവർക്ക് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അവർ ശരിക്കും ഈ ക്യാമറ ഇവിടെ നിന്നായിരിക്കും, അവർ നേരെ കമ്പ്യൂട്ടറിലോട്ട് നോക്കിയിരിക്കുമായിരിക്കും, അവർ തന്നെ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്ത് IP അഡ്രസ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് DNS ചെക്കറിൽ ചെയ്ത് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രാങ്കുകളിൽ നടക്കുന്നത്. സോ ഗൈസ്, ഈ പ്രാങ്ക് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എനിക്ക് തരാം കേട്ടോ. സോ ദിസ് ഈസ് യദുകൃഷ്ണ ഹിയർ. സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. പീസ് ഔട്ട്.